കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ നാളത്തെ പ്രമോ വിശേഷത്തെ നമ്മൾ കാണുന്നേ നയനയെ കുറ്റം പറഞ്ഞ ദേവയാനിയെ ആദർശ് പൊളിച്ചടുക്കുന്നുണ്ട്. കുറെ കാലമായിട്ട് ദേവയാനി ഇങ്ങനെ അങ്ങോട്ട് വിലസമായിരുന്നു. പക്ഷെ ഇപ്പൊ ആദർശ് പതുക്കെ തിരിഞ്ഞു തുടങ്ങി. ആദർശിന് മനസ്സിലായി ഇനിയിപ്പൊ അമ്മേനെ ഇങ്ങനെ നമ്പി നിന്നിട്ട് കാര്യമില്ല. കാരണം നയന ഇത്തിരിയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിന്നില്ലെങ്കിൽ അവൾ മിക്കവാറും അവളുടെ സ്വന്തം വീട്ടിലേക്ക് അങ്ങോട്ട് പോകും. അങ്ങനെ വന്ന തന്റെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവുമെന്ന് മനസ്സിലായി. പിന്നീട് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ആകപ്പാടെ സമനില തെറ്റിയ പോലെ ദേവാനി ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാ നാളെ നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മൾ കണ്ടു ആകപ്പാടെ സങ്കടത്തിലായിരുന്നു നയന നന്ദുവിനെ അനിയെക്കുറിച്ച് ഓർത്തിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദേവയാനി ജലജയും കൂടെ അങ്ങോട്ട് വരുന്നേ. പിന്നീട് ജലജയാണെങ്കിലും വളരെ ക്രൂരമായ വാക്കുകളൊക്കെയാണ് ദേവയാനിയുടെ ഒപ്പം ചേർന്ന് നയനയോട് പറയണേ. എല്ലാം കേട്ട് നയനയ്ക്ക് ആകപ്പാടെ സമനില തെറ്റി. അല്ലെങ്കിൽ തന്നെ നന്ദുവിനെ കുറിച്ചുള്ള ടെൻഷനിലായിരിക്കണേ. ഇനി അവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കും, എന്ത് ചെയ്യും എന്നൊന്നും അറിയത്തില്ലാത്ത വല്ലാത്ത ഒരവസ്ഥ. അപ്പോഴാണ് ഇങ്ങനെ വന്നു ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണേ. അവസാനം നായന പറഞ്ഞതേ അപ്പച്ചിയുടെ മോന്റെ കാര്യം നോക്കിയാൽ മതി, എന്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാൻ വരണ്ട. പറഞ്ഞു കേട്ടല്ലോ, എനിക്ക് സങ്കടം വന്നാൽ ഞാൻ ചിലപ്പോൾ കരഞ്ഞെന്നിരിക്കും. അതൊക്കെ അന്വേഷിക്കാനായിട്ട് അപ്പച്ചി വരണ്ട. പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞ് നയനെ അങ്ങോട്ട് പോവാ. ഈ സമയം ദേവേനോട് ജലജ പറഞ്ഞു, അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ. അവൾ ആ വീട്ടിലേക്ക് പോയിട്ട് വന്നതിന് ശേഷം അവളുടെ വിചാരം അവൾ ഈ അനന്തപുരിയിലെ അങ്ങോട്ട് രാജ്ഞിയാന്ന് അവളുടെ വിചാരം. എല്ലാരും കൂടി എടുത്ത് അവളുടെ തലയിലേക്ക് വെച്ചിരിക്കുകയല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല. ആദർശ് വിളിച്ചോണ്ട് വരണ്ട ഒരാവശ്യമില്ലായിരുന്നു പറയാം. ഇത് കേട്ടത് ദേവേനെ പറഞ്ഞു, അല്ല വിളിച്ചോണ്ട് വന്നില്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ നമ്മൾ രണ്ടുപേരും അടുക്കള കിടന്ന് പണിയെടുത്ത് മടുത്തേനം, നിനക്കറിയാലോ. അത് ശരിയാണ്, അവള് വന്നുകൊണ്ട് ഇപ്പൊ കുഴപ്പമില്ല. വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം നമ്മുടെ അടുക്കള തീർക്കേണ്ട വന്നേനം. പക്ഷെ ഇവളുടെ ഈ അഹങ്കാരം ഉണ്ടല്ലോ, അതാ സഹിക്കാൻ വയ്യാത്ത. നേരത്തെ ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും തല കുനിച്ച് കേട്ടോണ്ടിരുന്ന അവളാ ഇപ്പൊ നമ്മളോട് എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഏട്ടത്തി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഏട്ടത്തിയുടെ മകനെ നഷ്ടപ്പെടും. മിക്കവാറും ആദർശിനെ കറക്കി ഇവള് കയ്യിലെടുക്കും. പിന്നീട് ഏട്ടത്തിനെ വകവയ്ക്ക് പോലും അല്ല ആദർശ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു കേട്ടോ, ഇനിയല്ല ഏട്ടത്തിയുടെ ഇഷ്ടം എന്ന് പറയാം. ഇത് കേട്ടപ്പോ ദേവേനെ പറഞ്ഞേ, ആദർശിനെ എനിക്കറിയാം, അവൻ എന്റെ മോനാ. ഞാൻ പറയുന്നതിലപ്പുറം അവനൊന്നും ചെയ്യില്ല എന്ന് പറയാം. ഈ സമയം നയനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നയന വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. നന്ദുവിനെ ഒന്ന് പോയി കാണണം, അവളെ കണ്ടൊന്ന് സംസാരിക്കണം. അങ്ങനെ നയന ഒരു തീരുമാനം എടുത്തു. പിന്നീട് കനകയോട് എന്നിട്ട് പറഞ്ഞു, അമ്മേ ഞാൻ നന്ദുവിനെ ഒന്ന് കണ്ടിട്ട് വരാം. എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. അവളെ ഞാനൊന്ന് ഉപദേശിച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവൾ നേരെ ആയാലോ. ഇത് കേട്ടപ്പോൾ കനക പറഞ്ഞു, മോളങ്ങോട് പോണോ? അമ്മ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ ചെന്ന് സംസാരിക്കാന്നും പറഞ്ഞിട്ട് നയന പോവാണ്. അങ്ങനെ നയന വീട്ടിൽ ചെന്നപ്പോൾ നന്ദു മുറിയിലുണ്ടായിരുന്നു. അപ്പൊ ഗോവിന്ദൻ ചോദിച്ചു, അച്ഛാ അവളെന്തിയെ നന്ദു എന്തിയെന്ന് ചോദിക്കുകയാണ്. നന്ദു മുറിയിലുണ്ട് മോളെ എന്ന് പറയാം. അങ്ങനെ നയന ചെന്ന് കഴിഞ്ഞപ്പോൾ നന്ദു അങ്ങനെ കട്ടിലേൽ ഇരിക്കുമായിരുന്നു. ആ നന്ദുവിന്റെ ഇരിപ്പ് കണ്ടത് നയനയ്ക്ക് സഹിച്ചില്ല. നയന അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു ഓടി വന്ന് അതിനെ കെട്ടിപ്പിടിക്കുകയാണ്. നന്ദുവിന് മനസ്സിലായി ചേച്ചി എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാന്നുള്ളത്. പിന്നീട് നയന നന്ദുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാലും നീ എന്തിനാ മോളെ എന്നെ ഒന്ന് ഒളിച്ചു വെച്ച്? ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? നീ ഇതെന്ത് ഭാവിച്ചത്? നിനക്കൊരു വാക്ക് എന്നോട് പറയാൻ മേലായിരുന്നോ? എന്തായാലും നീ ചെയ്തോണ്ടല്ലോ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. നിനക്കറിയാവുന്നല്ലേ അനിയുടെ അനാമികയുടെ കല്യാണമെന്ന്. അത് അടുത്ത നാളിൽ തന്നെ ഉണ്ടാവും. വാക്ക് കൊടുത്തിരിക്കുന്ന ആള് മൂർത്തി മുത്തശ്ശനാ. മുത്തശ്ശന് ഒരിക്കലും വാക്ക് മാറാൻ പോകുന്നില്ല. അങ്ങനെ മുത്തശ്ശൻ വാക്ക് മാറണമെങ്കിൽ മുത്തശ്ശൻ മരിക്കണമെന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മോളുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം അങ്ങോട്ട് ഉപേക്ഷിച്ചേരെ. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ലെന്ന് പറയാം. ചേച്ചി എനിക്കറിയാം മോളെ, എൻ്റെ അനുഭവം ഉണ്ട്, എൻ്റെ ഉണ്ട്, നിന്റെ ചേച്ചിയും രണ്ടുപേരുടെ അനുഭവം വീട്ടിലുണ്ട്. ഒരു കാരണവശാലും നീയും കൂടെ ആ വീട്ടിലേക്ക് വരാണ്ട് ഞാൻ സമ്മതിക്കില്ല. നിന്റെ ജീവിതം തകർന്നു കാണാനായിട്ട് എനിക്കിഷ്ടമില്ല. കാരണം നീയെങ്കിലും ഒരു നല്ല കുടുംബത്തിലേക്ക് ചെന്ന് കാണണമെന്ന് ആഗ്രഹം. കാരണം ഇവിടെ ഞങ്ങൾ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കും നീ കാണുന്നതല്ലേ. അത് മാത്രമല്ല നീയും കൂടെ ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് പറഞ്ഞിട്ടായിരിക്കും അവിടെ അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരു പക്ഷേങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും നിന്റെ ചേച്ചിയൊക്കെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വരും. എൻ്റെ കാര്യം കുഴപ്പമില്ല, പക്ഷെ നിന്റെ ചേച്ചിയുടെ കാര്യം അങ്ങനെയല്ല, നവ്യേച്ചിയുടെ കാര്യം അങ്ങനെയല്ല. അവൾ പ്രഗ്നന്റ് ആണ്, അവിടെ വയറ്റിയൊരു കുഞ്ഞുണ്ട്. അപ്പൊ അവൾക്ക് ഈ വീട്ടിൽ വന്ന് നിൽക്കാൻ കഴിയില്ല. അതൊക്കെ നിന്റെ ഓർമ്മയിലുണ്ടാണെന്ന് പറയാം. നന്ദു പറഞ്ഞു, എനിക്കറിയാം ചേച്ചി, പക്ഷെ എനിക്കറിയില്ല എങ്ങനെയാ സംഭവിച്ചു പോയെന്ന്. നീ എനിക്കൊരു വാക്ക് തരണം. ഒരു കാരണവശാലും നീ അനിയെ കാണാൻ ഇനി പോവരുത്. അനിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അനാമിയെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അതിനേക്കാളും വലിയ പ്രശ്നവും. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ആ കുട്ടി വല്ലാത്ത ടെൻഷനില്ല. നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം അമ്മയുടെ അടുത്ത് വന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാ പോയേക്കുന്നത്. ഇതെങ്ങാനും അനന്തപുരിയിലുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന നിനക്കറിയാലോ. ഞാൻ പിന്നെ നിന്നോട് കൂടുതൽ പറയേണ്ട കാര്യമില്ലോ എന്ന് പറയാം. പെട്ടെന്ന് എന്ത് പറഞ്ഞു, എനിക്കതൊക്കെ അറിയാം, ഞാൻ അനിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നീ ആയിട്ട് ഇനി അവനെ വിളിക്കുകയോ അല്ലെങ്കിൽ അവൻ ഫോൺ വിളിച്ച കോൾ എടുക്കുകയോ ചെയ്യരുത്. നീ നമ്മുടെ അച്ഛനും അമ്മേനെ കുറിച്ച് ഓർത്തേ.
അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ 2 പെൺമക്കൾ അവിടെ ഉണ്ടായിട്ട് അച്ഛനും അമ്മയ്ക്കും ഒരു സമാധാനമില്ല. അച്ഛൻ 2 അറ്റാക്ക് കഴിഞ്ഞ ആളല്ലേ. ഇനി എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അച്ഛൻ്റെ അമ്മയുടെ മനസ്സും കൂടെ നമ്മൾ ആലോചിക്കണ്ടേ? എല്ലാവരും അമ്മേനെ കുറ്റപ്പെടുത്തും. വലിയ വീട്ടിലേക്ക് മോളെ കെട്ടിച്ചു വിടാനായിട്ട് മോളെ പറഞ്ഞു മയക്കി അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാന്നൊക്കെയല്ലേ പറയുള്ളൂ. അവിടുത്തെ ചെറുക്കനെ കറക്കിയെടുത്താന്നൊക്കെയേ പറയുള്ളൂ. എന്തിനാ വെറുതെ നാട്ടുകാരെ കൊണ്ടും ആ വീട്ടുകാരെ കൊണ്ടും അതും ഇതൊക്കെ പറയിപ്പിക്കുന്നത്? ഇപ്പൊ എന്നോട് സ്നേഹം കാണിക്കുന്ന ആ മൂർത്തി മുത്തശ്ശനോ അല്ലെങ്കിൽ മുത്തശ്ശോ ഒരുപക്ഷെ ആദർശണ്ണ പോലും എന്നെ മിക്കവാറും പിന്നീട് ആ വീട്ടിൽ നിർത്തില്ല. എന്നെ മിക്കവാറും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. എന്നെ മാത്രമല്ല നവ്യേച്ചീനെ. അതിന്റെ കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ നന്നായിട്ട് ഉപദേശിക്കുന്നുണ്ട്. നന്ദു പറഞ്ഞില്ല ചേച്ചി, ഇനി ഞാൻ അനി വിളിച്ച കോൾ എടുക്കത്തില്ല, അനിയെ കാണാനും പോകുന്നില്ല, അനി ആരെ വെള്ളം വിവാഹം കഴിച്ചോട്ടെ എന്ന് പറയാം. പിന്നീട് നന്ദുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നയനയ്ക്കറിയാം, കാരണം നന്ദുവിന്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന്. പക്ഷെ നയനയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നാമത്തൊക്കെ അനന്തപുരി, വേറെ എങ്ങോട്ടാണെങ്കിലും നയനയ്ക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അനന്തപുരി ആയതുകൊണ്ടാണ് നയനയ്ക്കും പ്രശ്നം. ഈ സമയത്ത് നയനെ പുറത്തു പോയത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ജലജ നേരെ ദേവേന്റെ അടുത്തേക്ക് എല്ലുവാണ്. ദേവേന്റെ അടുത്ത് തിരിച്ചു, അല്ല അവൾ ഇവിടെ ഇല്ലേന്ന് ചോദിക്കുകയാണ്. ഏടത്തിയുടെ മരുമോള് അവളിവിടെ കാണും. എവിടെ? അവൾ ഈയിടെ അടിച്ചിട്ട് പോക്ക് കൂടുതലുണ്ട്. എപ്പൊ നോക്കിയാലും അവൾ ഈ വീട്ടിൽ കാണത്തില്ല. അവളിപ്പോ തോന്നിയാസം നടക്കണേന്ന് തോന്നേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളുടെ ചേച്ചി ചീത്തപ്പേര് കേട്ടിട്ട് ഓർമ്മയുണ്ടല്ലോ. ഇനി മിക്കവാറും അവളായിരിക്കും ചീത്തപ്പേര് കേൾപ്പിക്കാൻ പോകുന്നത്. അവളുടെ ഫോട്ടോസുകളൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത് പറയാം. ഇത് കേട്ടും ദേവേന് പറഞ്ഞു, അങ്ങനെ അനാവശ്യം പറയരുത് ജലജെ. നായൻ അങ്ങനെയുള്ളൊരു കുട്ടിയാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഏട്ടൻ സപ്പോർട്ട് ചെയ്ത് പറയുമൊന്നും വേണ്ട അവളെ. നമ്മളിപ്പോ ഈ കാണുന്നൊക്കെയല്ലേ ഉള്ളൂ. അവൾമാരുടെയൊക്കെ സ്വഭാവം എന്താന്ന് ആര് കണ്ടു? അവളുടെ അമ്മയെന്ന് പറയുന്ന അവരുണ്ടല്ലോ, കനക, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അവർ വീട്ടിലുള്ളതുകൊണ്ട് അവളുടെ തോന്നിയാസം കൊണ്ട് ഇറങ്ങി പോയേക്കുക. ഇത് ചോദിക്കുക തന്നെ വേണം, ചോദിക്കാൻ എഴുന്നിട്ട് കാര്യമില്ലെന്ന് പറയാം. ഇത് കേട്ടാൻ ദേവേന് പറഞ്ഞു, ഞാൻ ആദർശനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, ഒരു പക്ഷെ ആദർശം അറിഞ്ഞിട്ടായിരിക്കും അവൾ പോയിരിക്കണേ, അവളോട് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ആദർശിന്റെ അടിയിലേക്ക് ചെല്ലുവാണ്. പിന്നീട് ആദർശനോട് ചോദിച്ചു, അല്ല നയനെ എവിടെ പോയതാടാന്ന് ചോദിക്കുക. ഇത് കേട്ടതും ആദർശം, എനിക്കറിയില്ലമ്മേ. അപ്പൊ നിന്നോടൊന്നും പറയാതെയാണ് അവള് പോയേക്കുന്നേ. പെട്ടെന്ന് ആദർശം, എന്നോടൊന്നും അവള് പറഞ്ഞിട്ടില്ല. ഓ കൊള്ളാം, നല്ല ഭാര്യ തന്നെ. ഈ കുടുംബത്തിൽ ആരോടും പറയാതെ അവള് തോന്നിയ ദിവസം ഇറങ്ങി പോയേക്കുമല്ലേ. കൊള്ളാലോടാ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ നീ കണ്ടോ അവൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അമ്മ എന്തൊക്കെയാ പറയണേ? അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കണം. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേ? അമ്മേ, അവളൊരു നല്ല കാര്യത്തിനല്ലാതെ ഈ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചീത്തക്കാരി അവൾ ചെയ്തിട്ടുണ്ടോ? അമ്മ ഇപ്പൊ കുറ്റപ്പെടുത്തുന്നുണ്ട് എപ്പോഴും അവളെ. പക്ഷെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് അമ്മ ഒരു കാര്യം വിചാരിക്കണം, അവൾ ഉള്ളതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് എത്രമാത്രം കോടികളുടെ ലാഭം ഉണ്ടായിരിക്കുന്നേ. അവൾ എത്ര ഡിസൈൻ വരച്ച് തന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഈ കുടുംബത്തിലെ ജോലികൾ ചെയ്യുന്നേ. 2-3 ദിവസം അവൾ ഈ വീട്ടിൽ നിന്ന് മാറി നിന്നപ്പം അമ്മ എല്ലാവരും അവളുടെ അഭാവത്തിൽ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന കാര്യം എനിക്കറിയാം. അമ്മയും അപ്പച്ചയ്ക്കാണ് അടുക്കള കിടന്ന് നന്നായിട്ട് വിഷമിച്ചു. പക്ഷെ അങ്ങനെയുള്ള നയനെക്കുറിച്ച് അമ്മ എന്തിനാ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുക. പെട്ടെന്ന് ദേവേന് പറഞ്ഞു, ഓഹോ, അപ്പൊ നീയും ഇപ്പൊ അവളുടെ സൈഡ് അല്ലേന്ന് ചോദിക്കുക. അമ്മ സൈഡിന്റെ അല്ല, നമ്മൾ തെറ്റ് കണ്ടാൽ തെറ്റാന്ന് പറയണം, നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയണം. ഇപ്പൊ അവളുടെ ഭാഗത്ത് ഞാനൊരു തെറ്റും കാണുന്നില്ല. പിന്നെ അവള് ഇപ്പൊ ഇറങ്ങി പോയിട്ടുണ്ട്, അവൾക്ക് അവളുടേതായ കാരണങ്ങൾ കാണും. പിന്നെ അവൾ ഈ കുടുംബത്തിന് ചെയ്ത് തന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നുമല്ല. നമ്മൾ ഓരോ ചെറിയ ചെറിയ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അവളെങ്ങനെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവൾ ചെയ്ത നല്ല കാര്യങ്ങളും നമ്മൾ ഓർക്കാൻ ശ്രമിക്കണം. പിന്നെ അല്ലാതെ എപ്പോഴും ഇങ്ങനെ അവൾ അത് ചെയ്തു ഇത് എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ പുറകെ നടക്കേണ്ട കാര്യമില്ല. അവൾക്ക് അവളുടേതായ തീരുമാനങ്ങളുണ്ട്. പിന്നെ ഞാൻ അവളുടെ ഭർത്താവല്ലേ, ചില കാര്യങ്ങൾ അവൾ എന്നോട് പറയും. പിന്നെ ഇനി പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും അവൾ എന്നോടൊന്ന് പറയും. അവളുടെ മനസ്സിന് ഈയിടെ എന്തോ ഒരു വിഷമം ഉണ്ടെന്ന് തോന്നുന്നു. എന്ത് വിഷമാണെങ്കിലും അവൾ എന്നോട് തുറന്നു പറഞ്ഞോളും. അതോർത്തിനി അമ്മ വിഷമിക്കണ്ട. എങ്ങോട്ട് പോയതാണെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേനും അവൾ ഇങ്ങോട്ട് വന്നോളും. പിന്നെ അവളൊരു ചീത്തയായ വഴി കൂടെ പോകുന്ന എനിക്ക് ഒരിക്കലും തോന്നില്ല. അവൾ അങ്ങനെ ഒരു പെൺകുട്ടിയല്ല നയന, ഞാൻ അറിഞ്ഞിടത്തോളം കാലം. ഇത് കേട്ടൻ ദേവേനിക്ക് മുഖത്ത് അടിയേറ്റ പോലെ പോയി. ആദർശ് ഇത്രമാത്രം എങ്ങനെയെന്ന് പറയുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയില്ല. താൻ എന്ത് പറഞ്ഞാലും അതനുസരിച്ച് തന്നോടൊപ്പം നടന്നിരുന്ന ആദർശ്. പക്ഷെ ഇത്ര പെട്ടെന്ന് അവൻ ഇത്രമാത്രം മാറ്റം ഉണ്ടാകുന്നേ, അത് ചിന്തിക്കുന്നതിനും അപ്പുറമായിരുന്നു ദേവേനിക്ക്. പിന്നീട് ദേവേനി അങ്ങോട്ട് സങ്കടപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോവാ. ആദർശം മനസ്സിലായി അമ്മയ്ക്ക് ഫീൽ ആയെന്ന്. എന്നാലും കുഴപ്പമില്ല, ഇനി അമ്മയുടെയൊക്കെ താളത്തിനൊത്ത് തുള്ളിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവൾ ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് ഒട്ടും ശരിയാവുന്ന കാര്യമല്ല. ആർക്കും കുഴപ്പമില്ല, തനിക്ക് തന്നെ അത് ബാധിക്കുന്ന കാര്യമെന്ന് ആദർശന് നന്നായിട്ട് മനസ്സിലായി. പിന്നീട് മൂർത്തിമുത്തശ്ശന് ഹാളി പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശ് അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അങ്ങനെ ആദർശനെ കണ്ടപ്പോ, അല്ല നയനമോൾ എന്തേ? നയനമോളെ കുറെ സമയമായിട്ട് കണ്ടേ ഇല്ലോ എന്ന് പറയണം. ഇത് കേട്ടും ആദർശ് പറഞ്ഞു, നയനെ പുറത്തു പോയേക്കോന്ന് പറയണം. പുറത്തു പോയ എങ്ങോട്ട്? അല്ല അതറിയില്ല മുത്തശ്ശാന്ന് പറയണം. അറിയില്ലേ? ആഹാ, അത് കൊള്ളാലോ. അപ്പൊ നിന്നോട് പറയാതാണ് പോയെന്ന് ചോദിക്കും. അല്ല അവൾക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നി,
അവൾ അതുകൊണ്ട് പോയേക്കോ എന്ന് പറയാണ്. എനിക്ക് തോന്നുന്നു അവൾ അവളുടെ വീട്ടിലേക്ക് പോയതാന്ന് തോന്നേ. എന്താ ആദർശം ഇങ്ങനെ? നിന്നോട് പറയാൻ നയനമോള് പോണെങ്കിൽ നീ അവളും തമ്മിൽ അത്ര അടുപ്പമുള്ളെന്ന് വിചാരിച്ചാ പോരെ? അല്ല, നീ ഭർത്താവല്ലേ, ഭാര്യ എങ്ങോട്ട് പോയെന്നാ നീ അറിയണ്ടേ? അല്ലെങ്കിൽ ഭാര്യയുടെ മനസ്സിൽ എന്താണെന്ന് നിനക്ക് ഇതായിട്ട് മനസ്സിലായിട്ടില്ലേ? അവളുടെ മനസ്സിൽ എന്തെങ്കിലും വേദനയോ വിഷമോ ഉണ്ടെങ്കിൽ അത് അറിയേണ്ട ആളല്ലേ ഭർത്താവ്. എന്നിട്ട് പോലെ ഇതുവരെയായിട്ട് നിനക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലേന്ന് ചോദിക്കാം. അല്ല മുത്തശ്ശ, എനിക്കറിയില്ല, അവൾക്ക് എന്തോ വിഷമം ഉണ്ടെന്ന് മനസ്സിലായി. അവൾ വിഷമിച്ചിരിക്കുന്നേ കണ്ടു. ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ട് അവൾ എന്നോടൊന്നും പറഞ്ഞില്ലെന്ന് പറയാം. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് നിന്റെ കഴിവുകേട് ആദർശേ. കാരണം നീ അവളെ മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് അതിനർത്ഥം. നിന്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവൾ അതൊക്കെ മനസ്സിലാക്കിയെടുക്കും. പക്ഷേങ്കിൽ ഇപ്പോഴും നീ അവളെ മനസ്സിലാക്കിയിട്ടില്ല. നീ അവളെ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ടുള്ള കുഴപ്പം അത്. ഒരു കാര്യം പറഞ്ഞേക്കാം, അവളെ പോലെ നല്ലൊരു കുട്ടി നിന്റെ ഭാര്യയായിട്ട് കിട്ടണമെങ്കിൽ നീ പുണ്യം ചെയ്യണം. അത്ര നല്ലൊരു പെൺകുട്ടീനെ നിനക്ക് കിട്ടിയിരിക്കുന്നത്. നീ ആയിട്ട് അവളെ നീ കളയരുത്. അറിയാലോ, 1-2 ദിവസം അവളിവിടെ ഇല്ലാത്ത സമയത്ത് നിനക്ക് എത്രമാത്രം ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കറിയാം. ഒരു പക്ഷെ നീ ഞങ്ങളോട് തർക്കിക്കായിരിക്കും, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നീ നിന്റെ മനസാക്ഷിയോട് ചോദിച്ചു നോക്ക്, നീ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ടാ പറയണേ, ഇനി ഒരു കാരണവശാലും നീ അവളെ കൈവിട്ട് പോയല്ലേ. അവളുടെ മനസ്സിൽ എന്ത് വിഷമം ഉണ്ടെങ്കിലും അതെല്ലാം മനസ്സിലാക്കാൻ നീ ശ്രമിക്കണം. പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കണം. അതൊക്കെ ഒരു ഭർത്താവിന്റെ കടമയാണെന്ന് പറയാം. ഇത് കേട്ടോ ആദർശ് പറഞ്ഞു, അല്ല മുത്തശ്ശ, ഞാൻ കൂടുതലൊന്നും പറയണ്ട. ജീവിതമാണിത്, നിന്റെ ഭാര്യയാണ്. ആ ഒരു ഓർമ്മയും ചെന്ന് എപ്പോഴും നിനക്ക് വേണമെന്ന് പറയാം. അല്ല, അനിയുടെ കാര്യത്തിൽ അവൾക്ക് എന്തോ ടെൻഷൻ ഉണ്ടെന്ന് തോന്നേ. അനിയുടെ വിവാഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു പറയാം. ഇത് കേട്ട മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അതെന്നോടും നയനമോള് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ അതിനുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട്. ആ കാര്യം ഓർത്തിട്ടല്ല നയനമോളുടെ മനസ്സിൽ വേറെ എന്തോ വിഷമം കയറിയിട്ടുണ്ട്. അതെന്താന്ന് നീ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് പറയാം. ശരി മുത്തശ്ശ എന്ന് പറഞ്ഞ് ആദർശ് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. പിന്നീട് ആദർശിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൾ എങ്ങോട്ടായിരിക്കും പോയത്? ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പം അവൾ വീട്ടിലേക്ക് പോയതാണോ? അങ്ങനെയൊക്കെ ഓർത്തിട്ട് ആദർശം വല്ലാത്തൊരു സങ്കടമൊക്കെ വരുന്നുണ്ട്. ഇനി വീട്ടിൽ പോയിട്ട് അവൾ തിരിച്ചു വരുവേലേ, അങ്ങനെയൊക്കെ ഓർത്ത് ആദർശിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോ ആദർശനോട് നാളെ നയനെ തുറന്നു പറയുവാന്നറിയത്തില്ല. എന്താ കാര്യം, അനിയും നന്ദുവും നമ്മൾ പ്രണയത്തെക്കുറിച്ചൊക്കെ അങ്ങനെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശിന്റെ പ്രതികരണം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ ഫുൾ വിശേഷം വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.